ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെയൊക്കെ ഫോണുകളിൽ നെറ്റ് ഇല്ലാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇന്നലെ എനിക്ക് ആ ഒരു അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം ഫോണിലെ നെറ്റ് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും തീർന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് അത്രയും നെറ്റ് പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ നെറ്റ് പോകുന്നുണ്ട്. അപ്പം എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഐഡിയയുടെ ആട്ടോ, ഞാൻ ഐഡിയയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി. നമുക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ ഈ താഴെയുള്ള മേളത്തെ മുറിയിൽ ഒട്ടും നമുക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷേ താഴെയുള്ള ചില മുറികളിലൊക്കെ നല്ല കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് വേഴാമ്പലാണ്, അതായത് കോഴി വേഴാമ്പൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. വേഴാമ്പൽ വന്നാണെങ്കിൽ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു കണ്ണാടിയെ വന്ന് ഭയങ്കരമായിട്ട് അതിൻ്റെ ഭയങ്കരമായിട്ട് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചുണ്ട് കൊണ്ട് ഭയങ്കരമായിട്ട് കൊത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പോയിരുന്ന് ചപ്പാത്തി കഴിച്ചു. എനിക്ക് വെറുതെ ഇരിക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനൊക്കെ വരുന്ന സമയത്താണെങ്കിൽ, ടെൻഷനും അതുപോലെ എന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ടും എൻ്റെ ഈ വണ്ണം ഒന്ന് കുറയാതിരിക്കുന്നത്. ഈ ആങ്സൈറ്റി പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് വണ്ണം കുറയാതിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഏതെങ്കിലും ഒരു ഡയറ്റീഷ്യൻസിനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അതിൻ്റെ റെമഡീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരിക്കും എനിക്ക് തോന്നി. ഇപ്പം അതിന് പറ്റുന്ന ഒരു അവസ്ഥയിൽ കൂടെ അല്ല ഞാനിപ്പം പോകുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാത്തത്. പിന്നെ എന്നിട്ട് ഞാനും അമ്മയും കൂടെ ആണെങ്കിൽ ഈ ഒരു മരത്തിൽ, അതായത് ഫിലോസാൻ്റെ മരത്തിലൊരു അണ്ണാൻ വന്ന് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അണ്ണാൻ്റെ കൂടാണെന്നുള്ളത് ഇന്ന് രാവിലെയാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത്. അപ്പം പിന്നെ ആണെങ്കിൽ ഇതിലേക്കൂടെ ഒക്കെ നടന്ന് പൂക്കളെയൊക്കെ കണ്ട് അതിനോടൊക്കെ സംസാരിച്ച് പുറത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ ഭയങ്കര ചൂടാണ്, തീ പാർന്ന ചൂടാണ്. അപ്പോൾ പണ്ടെങ്ങാണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ മാങ്ങ പറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെളിയിലിറങ്ങിയ സമയത്താണ് സൂര്യതാപം എനിക്ക് കയറി. അത് കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് സൂര്യതാപം വന്നത്. അപ്പം അത് പൊള്ളലേറ്റ സമയത്ത് എനിക്ക് ആ ഒരു ഇതൊന്നും അറിഞ്ഞില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു ഭാഗം കരിനീലിച്ചങ്ങ് ഭയങ്കരമായിട്ട് പൊന്തി. ഈ സാധാരണ നമ്മൾ പൊള്ളലേൽക്കുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു പ്രതിഭാസമൊക്കെയാണ് കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് കണ്ടത്. ആ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ കറുത്ത് ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ കടും ചുമപ്പായിട്ടൊക്കെ ഇങ്ങനെ വന്ന് പൊള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടറൊക്കെ കൊണ്ടുപോയി കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് നല്ല നീറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു അണ്ണാൻ്റെ കൂടെന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മാങ്ങ പറക്കാൻ വേണ്ടിയിട്ടൊന്നും അങ്ങോട്ടൊന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും സൂര്യൻ എന്നെ കയറി പിടിച്ചെന്ന് വേണം പറയാം. അപ്പം ചേച്ചി മോശം ഈ സൂര്യച്ചേട്ടൻ്റെ ഒരു കാര്യമേ. അപ്പം ഞാനും അമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെരാപ്പാര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെളിയിൽ ഇറങ്ങാൻ പോലും പറ്റാതെ, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഭയങ്കര മുറിക്കകത്തൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ആദ്യം അമ്മ ഒന്ന് പോയി കിടന്നു, പിന്നെ എണീറ്റ് വന്നു, പിന്നെ അത് വീട്ടിൽ കിടന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് എണീറ്റ് വന്നു, പിന്നെ കിടക്കാനൊന്നും പോയില്ല. അപ്പം ഈ ഒരു സെറ്റ് ഇപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന ഫാഷൻ ഫ്രൂട്ടാട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഉരലിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചായ ഇടാമെന്ന് വിചാരിച്ചു, കാരണം 4 മണി ആയില്ലായിരുന്നല്ലോ. അപ്പം അമ്മയും ഞാനും കൂടെ അവിടെ നിന്ന് കത്തിയടിച്ച് ഞാൻ എന്തൊക്കെയോ സംഭവങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്തുവാന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അപ്പം ഉരൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ സമ്മന്തിപ്പൊടിയൊക്കെ പൊടിക്കുന്ന അതിനകത്തായിരിക്കുമല്ലോ, ആ ഉരലിനകത്താണ്. അപ്പം അതിനകത്തൂടെ കിട്ടുന്ന ആ ഒരു സമ്മന്തിപ്പൊടിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ മിക്സിക്കകത്തിട്ട് മിക്സിക്കകത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അരച്ച് കിട്ടുന്ന ആ സമ്മന്തിപ്പൊടിയെക്കാട്ടിലും പൊടിഞ്ഞ് കിട്ടുന്ന ആ ഒരു സമ്മന്തിപ്പൊടിയെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ഉരുളിലിട്ട് ഇടിച്ചിടിച്ച് കിട്ടുന്ന ആ ഒരു സമ്മന്തിപ്പൊടിയാണ്. അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അരകല്ലുണ്ട്, പിന്നെ അതിൻ്റെ ആട്ടുകല്ലും എല്ലാം ഇവിടെ സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പം അതിനകത്ത് ആർക്കും എനിക്കും അറിയത്തില്ല കേട്ടോ, ചെയ്യാൻ അറിയത്തില്ല. പിന്നെ അത് ചെയ്യാനുള്ളൊരു ആരോഗ്യസ്ഥിതിയൊന്നും ആർക്കും ഇല്ലാത്തത് കൊണ്ടും എനിക്ക് അരകല്ലിൻ്റെ ആ കല്ല് പോലും എടുക്കാനുള്ള ശേഷിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര വെയിറ്റ് ഇല്ല. അപ്പം നമ്മൾ എടുത്തെടുത്ത് ശീലിച്ചെങ്കിലേ നമുക്കത് എടുത്തെടുത്ത് ശീലിച്ചെങ്കിലേ നമുക്കത് സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പം ഇപ്പോൾ ഒന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഇപ്പം ഞാനാണെങ്കിൽ അമ്മയോട് ചോദിച്ചായിരുന്നു, ഉരലിൻ്റെ ഒരു സംഭവം ഇതാട്ടോ ഉരലെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ നിങ്ങൾ തിരിച്ചിട്ടേക്കാണ്, തിരിച്ചിടുമ്പോഴത്തേക്ക് നമുക്ക് ഒരാൾക്കൂടി ഇരിക്കാൻ പാകത്തിന് അതാവുമല്ലോ.
ഇപ്പം വേറെ ഒരു ഉരലൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കാണെങ്കിൽ അതൊരു ടേബിൾ പോലൊക്കെ ഇട്ടിട്ടാണെങ്കിൽ എന്താണ് 2 പേർക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള രീതിയിലൊക്കെ സെറ്റപ്പൊക്കെ ആക്കി എടുക്കാമല്ലോ ഞാനിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെറ്റപ്പൊക്കെ ആക്കി എടുക്കാമല്ലോ ഞാനിങ്ങനെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഉരൽ കിട്ടാനാണ്. അപ്പോൾ അവിടെ അടുത്തൊരു വീട്ടിൽ ഉരലുണ്ട്, പക്ഷേ അവർ തരുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഞങ്ങൾ ചോദിക്കാനൊന്നും പോയില്ല. അപ്പോൾ ഇതാണ് വീടിൻ്റെ പുറവശം എന്ന് പറഞ്ഞേക്കുന്നത്. പുറവശം മൊത്തം പാറയാണ്. ഈ പാറ പൊട്ടിച്ചിട്ടാണ് ഈ ഒരു വീട് ശരിക്കും പറഞ്ഞാൽ പണിതിരിക്കുന്നത്. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഈ സ്റ്റെപ്പൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാറ മാത്രമേ, ആ സ്റ്റെപ്പിന് സൈഡിലായിട്ടുള്ള ആ ഒരു പാറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സ്കൂളിലെ അവധിയൊക്കെ ഇപ്പോൾ ഈ വേനലവധിയൊക്കെ ആവുന്ന ആ ഒരു സമയത്താണെങ്കിൽ ഈ പാറ കയറി ഇറങ്ങുക എന്നുള്ളത് വലിയൊരു ഒരു ജസ്റ്റ് ഒരു കളിയായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ചിലപ്പോൾ അതിനകത്തൂടെ ഞാനും ചേച്ചിയും കൂടി ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കും. ചിലപ്പം പറഞ്ഞടിച്ച് താഴെ വീഴുകയും ചെയ്യും, നെറ്റി പൊട്ടും മുട്ട് പൊട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് നിന്നിട്ടിരുന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എങ്ങാനും താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞ് ഫോണും പോവും, എൻ്റെ അവസ്ഥ ഞാനും പോവും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയി. ചായ ഇട്ടു. വൈകിട്ട് ചായ അല്ലെങ്കിൽ കാപ്പി എന്തെങ്കിലും കുടിക്കുന്നത് എൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും ഒരു ശീലമാട്ടോ. അത്രയും രാവിലെയും വൈകിട്ടും ഒക്കെ എനിക്ക്, അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന ആ സമയത്ത് ഫ്രഷായിട്ടൊരു ചായ കുടിക്കുമ്പോഴത്തേക്കും ആ ക്ഷീണം അങ്ങ് പമ്പ് കിടക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഇതാട്ടോ ആട്ടുകല്ലെന്ന് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം ഇപ്പം തലതിരിച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ പണ്ട് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ഇതൊന്നും ആരും ഒന്നും ഉപയോഗിക്കും. ഇപ്പം മിക്സിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ആരും ഒന്നും ഉപയോഗിക്കത്തില്ല. ഇത് അരകല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെ അറിയാവുന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. മറ്റേ സമ്മന്തിപ്പൊടി ഇടിക്കുന്ന ആ ഒരു സംഭവമാണ് അവിടെ ഇരിക്കുന്നത്, വർക്ക് ഏരിയയുടെ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ചായപ്പൊടി, എനിക്കും അതിനെപ്പറ്റി വലിയ അധികം ഞാനിങ്ങനെ കണ്ടിട്ടുള്ളതെന്നല്ലാതെ മീൻസ് സമ്മന്തിപ്പൊടിയൊക്കെ പൊടിക്കുന്ന സമയത്ത് കുഞ്ഞിലേക്ക് ആണെങ്കിൽ ഞാനും കയറി ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഇടിക്കും ഇങ്ങനെ ഉരലിനകത്തിരുന്ന് ഇങ്ങനെ ഇടിക്കും ഇങ്ങനെ. അതൊക്കെ നമ്മുടെ ആ ഒരു സമയത്തെന്ന് വെച്ചാൽ നമുക്കതൊക്കെ ഭയങ്കര വലിയൊരു കൗതുകമായിരുന്നു. പണ്ട് ഞാനും അമ്മയൊക്കെയാണ് കുഞ്ഞിലെ സമയത്തൊക്കെ ആണെങ്കിൽ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പിൽ ഇരുന്ന് ഇങ്ങനെ വരാന്തയിലിരുന്ന് ഇങ്ങനെ ചായയും കടിയും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടും കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മകളിലേക്ക് ഞങ്ങൾ വീണ്ടും പോയി. കുറേ നേരം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ മാറും. അപ്പം എൻ്റെ നെറ്റ് ഇല്ലാത്ത ഒരു ദിവസം ഞാൻ ചെയ്ത പരിപാടി ഇത്രയാണ്. ചുമ്മാ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വർക്ക് നമുക്ക് വന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ചെയ്യാഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഭയങ്കര ചൂടാണ്. പിന്നെ നമുക്ക് ആ ഒരു ത്വര കയറിയെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വർക്കിലേക്ക് പോകുന്ന രാത്രിയിലായിരുന്നു. രാത്രി കുറച്ച് ഇരുന്ന് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയായപ്പോൾ കിടന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 മണി 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണ്ണിട്ട് ബാക്കിയുള്ള വർക്കും കാര്യങ്ങളും എല്ലാം അങ്ങനെ ഒരു ഒരു അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ല. എനിക്ക് സത്യം രാവിലെ അങ്ങനെ ഒരു 10 മണി കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോവും. അത് പണ്ട് മുതലുള്ള ശീലമാണ്. ചിലർക്ക് അങ്ങനെയാണ്. രാവിലത്തെ ആ ഒരു സമയം എന്ന് പറഞ്ഞേക്കുന്ന ഒരു വർക്കും ചെയ്യാൻ തോന്നാത്ത ഒരു സമയമായിരിക്കും. അതേ 2-3 പേരോട് സംസാരിച്ചപ്പോൾ അവരും എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് മാത്രമല്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. രാത്രിയിൽ പക്ഷെ നമുക്ക് അത്രയും പ്രശ്നമില്ല. ഉച്ചയ്ക്കും അത്രയും കുറച്ചേ ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും അത്രയും പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെറ്റില്ലാത്ത എൻ്റെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്